നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FC ബാഴ്സലോണ ഒരു സ്ട്രൈക്കർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ തിരച്ചിൽ ഇൻറ്റൻസിഫൈ ചെയ്തിരിക്കുന്നു. പ്രധാനമായും അവർ ടാർഗറ്റ് ചെയ്യുന്ന രണ്ട് താരങ്ങളെയാണ്. ഒന്ന് ഹുലിയൻ ആൽവാരസ്, മറ്റൊന്ന് ഡ്യൂസൻ വ്ലാഹോവിച്ച്. ഇത് നമ്മൾ വെറുതെ അങ്ങ് പറഞ്ഞ് പരത്തി വിടുന്നതല്ല. ESPN FCയുടെ റിപ്പോർട്ടാണ്. നമുക്കറിയാം, റോബർട്ട് ലെവൻഡോസ്കി അടുത്ത സീസണിൽ FC ബാഴ്സലോണയിൽ തുടരാനുള്ള സാധ്യത കുറവാണ്. അദ്ദേഹത്തിന് ബാഴ്സയിൽ തുടരണം എന്ന് തന്നെയാണ്. പക്ഷേ ക്ലബ്ബ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മികച്ച ഒരു സ്റ്റാർ സ്ട്രൈക്കറെ അവർക്ക് വേണം. അവർക്ക് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള താരം സംശയമില്ല ഹുലിയൻ ആൽവാരസ് തന്നെയാണ്. പക്ഷേ ഹുലിയൻ ആൽവാരസിന് ഒരു 100 മില്യണെങ്കിലും അത്രയും വലിയ തുകയെങ്കിലും കൊടുക്കേണ്ടി വരും. അപ്പോൾ ഡ്യൂസൻ വ്ലാഹോവിച്ചിനും സാധ്യതയുണ്ട് എന്നാണ് ESPN FCയുടെ റിപ്പോർട്ട്. വ്ലാഹോവിച്ചിൻ്റെ കാര്യത്തിലും വലിയ തുക തന്നെ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ESPN FCയുടെ റിപ്പോർട്ടിലേക്ക് നോക്കാം. ബാഴ്സലോണ അവരുടെ സ്ട്രൈക്കർക്ക് വേണ്ടിയിട്ടുള്ള സെർച്ചിങ് ഇൻറ്റൻസിഫൈ ചെയ്തിരിക്കുന്നു. റോബർട്ട് ലെവൻഡോസ്കിക്ക് ഒരു റീപ്ലേസ്മെൻ്റ് എന്ന രൂപത്തിൽ ഈ സമ്മറിലേക്ക് അവരൊരു സ്ട്രൈക്കർ നോക്കുകയാണ്. അതിൽ ഹുലിയൻ ആൽവാരസും ഡ്യൂസൻ വ്ലാഹോവിച്ചും അവരുടെ ടാർഗറ്റ്സിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് വേരിയസ് സോഴ്സസ് ESPNോട് പറഞ്ഞു എന്നാണ് റിപ്പോർട്ട്. ബാഴ്സലോണ ആർ ഇൻറ്റൻസിഫൈങ് ദെയർ സെർച്ച് ഫോർ എ സ്ട്രൈക്കർ ടു റീപ്ലേസ് റോബർട്ട് ലെവൻഡോസ്കി ദിസ് സമ്മർ വിത്ത് ഹുലിയൻ ആൽവാരസ് ആൻഡ് ഡ്യൂസൻ വ്ലാഹോവിച്ച് അമംഗ് ദി ടാർഗറ്റ്സ് എന്നാണ് റിപ്പോർട്ട്. ചുരുക്കത്തിൽ ഇപ്പോഴല്ലേ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയുടെ കാര്യമൊന്നുമല്ല പറയുന്നത്. അടുത്ത സമ്മറിലേക്ക് ജൂണിൽ ഒരുപക്ഷെ വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ട്രാൻസ്ഫർ ജാലകത്തിൽ തീർച്ചയായിട്ടും ഈ രണ്ടുപേരിൽ ഒരാളെ എത്തിക്കാനുള്ള ബാഴ്സയുടെ ശ്രമങ്ങൾ നമ്മൾ കാണാൻ സാധ്യതയുണ്ട്. ഹുലിയൻ ആൽവാരസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിലവിൽ അത്ലറ്റിക്കോ മാഡ്രിഡിലാണ്. അദ്ദേഹം അത്ര ഹാപ്പി അല്ല എന്ന തരത്തിൽ വാർത്തകൾ വരുന്നത് നമ്മൾ കേട്ടതാണ്. അദ്ദേഹത്തോട് ഈ കാര്യം തന്നെ നേരിട്ട് ചോദിച്ചിരുന്നു. ബാഴ്സലോണയിൽ പോകാൻ സാധ്യതയുണ്ടോ, അത്തരത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നൊക്കെ വാർത്തകളുണ്ടല്ലോ, എന്താണ് അഭിപ്രായം? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡ് മാത്രമാണ്, പിന്നെ സീസൺ കഴിഞ്ഞിട്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ എന്നാണ്. അതായത് അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ടും ഷട്ട് ചെയ്യുന്നില്ല, മറിച്ച് ഇതാ സാധ്യതകൾ ഓപ്പൺ ആക്കുകയാണ്. ആ സമയത്താണ് ESPN റിപ്പോർട്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.